നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. വാർഡിൽ ഒരു കുടുംബം വർഷങ്ങളായി ദുരിതാവസ്ഥയിൽ. ഹരികുമാർ ഷീജ ദമ്പതികളുടെ കുടുംബമാണ് വർഷങ്ങളായി ദുരിതാവസ്ഥയിൽ കഴിയുന്നത്. 6 മാസത്തിലധികമായി ഇവർ താമസിച്ചിരുന്ന വീട് ഇടിഞ്ഞു വീണിട്ട് ഹരികുമാറും ഷീജയും 2 മക്കളും പ്രായമായ അമ്മയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 10-18 വർഷമായി. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇതൊക്കെ കാണുന്നതാണ്. അമ്മ ഇപ്പോൾ ഇവരുടെ കൂടെയാണ് താമസം. ഇവർക്കാണെങ്കിൽ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു ചെറിയ വരുമാനത്തിലാണ് വീട് കഴിഞ്ഞു പോകുന്നത്. അമ്മയും ഇപ്പോൾ ഇവരുടെ കൂടെയാണ് താമസം. ഈ ഏരിയയിൽ ഇപ്പം ഈ ഷീജയുടെ വീട് കാണും തോറും നമുക്ക് സങ്കടമാണ്. തൊഴിലുറപ്പ് മാറ്റാണ് ഞാൻ. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഒരുപാട് നിവേദനം ഇത് ഇടയ്ക്ക് വെച്ച് പഞ്ചായത്തിൽ സെക്രട്ടറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നോക്കി മാനദണ്ഡം ഇല്ല എന്നുള്ളൊരു ഇതിന് പ്രകാരമാണ് ഇപ്പം മാറ്റി വയ്ക്കപ്പെടുന്നത് ഓരോ ഇതും. നമുക്ക് എത്രയും പെട്ടെന്നൊരു വീട് കിട്ടിയാൽ അത്രയും സന്തോഷം നാട്ടുകാരെന്ന നിലയിൽ. കാരണം മഴ പെയ്താൽ വരെ എനിക്കറിയാനുള്ള അവസ്ഥയാണ്. രാത്രിയൊക്കെ പേടിച്ചിട്ടാണ് ഇവരിവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയും ഈ ഒരു വീട് ഇടിഞ്ഞിട്ട് 4-5 മാസമായി. അപ്പോൾ ഉറക്കം ഒഴിഞ്ഞിരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. പാത്രങ്ങളെല്ലാം അടുക്കളയ്ക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയും ഇടിഞ്ഞ് വീണതിന് ശേഷമാണ് എന്തായാലും ജീവൻ ഭീഷണി എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇവരിപ്പോൾ അങ്ങോട്ട് മാറിയത്. വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല, എന്നിട്ടും താമസിക്കാനൊക്കില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരങ്ങോട്ട് താഴോട്ട് മാറി താമസിക്കുന്നത്. ഇത്രയും പെട്ടെന്നൊരു വീട് കിട്ടിയാൽ നാട്ടുകാരുടെ നിലയിൽ നമുക്ക് അത്രയും സന്തോഷം. ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. മെമ്പറുമായിട്ട് കളക്ടറേറ്റിൽ പോയി, പഞ്ചായത്തിൽ പോയി, മെമ്പറുടെ സഹകരണം എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? വേറെ സംഘടനയ്ക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല, പഞ്ചായത്തിൽ, കളക്ടറേറ്റിൽ, ബ്ലോക്കിൽ അങ്ങനെ പോയി. നാട്ടുകാരെന്നുള്ള വേറെ എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വീടിൻ്റെതായിട്ടുള്ള ഒരിതിനും അങ്ങനെ ഒരിതും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടണമെന്ന് തന്നെയാണ്. വാടക കൊടുക്കാൻ നിവർത്തിയിലാണ്. തുച്ഛമായ ഒരു പൂക്കടയിലാണ് പോകുന്നത് ഹസ്ബൻഡ്. അപ്പോഴും അതിനുള്ള വരുമാനം ഇല്ല അവർക്ക്. മക്കളെ പഠിപ്പിക്കണം. അതാണ് കാരണം ഇപ്പോൾ ഒരു വയസ്സായ അമ്മ കൂടുതലുണ്ട്. എന്തായിരുന്നാലും ഇവരുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ അമ്മയും താമസിക്കുന്നത്. അവരുടെ തുച്ഛമായ പെൻഷനും ഭർത്താവിൻ്റെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. 40 വർഷമായി ഇവർ ഇവിടെ താമസിക്കുകയാണ്. വീടിന്റെ അവസ്ഥ ദയനീയമാണ്. 10 വർഷം കൊണ്ട് അപേക്ഷ കൊടുക്കുകയാണെന്നും ഇതുവരെയായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും മാനദണ്ഡമില്ലാത്തത് കൊണ്ടാണ് അവഗണിക്കുന്നതെന്നുമാണ് ഷീജ പറയുന്നത്. ഭർത്താവ് ഹരികുമാർ ഒരു അപകടം സംഭവിച്ചതിനാൽ ശാരീരികമായി ബുദ്ധിമുട്ടിലാണ്. പേരെന്താണ്? ഷീജ. ഏത് വാർഡ് ഏതാണ്? ചന്ദ്രമംഗലം. ഓക്കെ, ഇത് നിങ്ങളുടെ വീടല്ലേ? എത്ര മാസമായി ഇങ്ങനെ വീട് ഇങ്ങനെ കഴിഞ്ഞിട്ട്? 5-6 മാസമായി. അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു? പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 വർഷമായി. ലൈഫിൻ്റെ അപേക്ഷ മുൻപും ഒരു മെമ്പർ ഇരുന്നപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മഞ്ജുഷ മെമ്പറിന് ശേഷവും ലൈഫിന് അപേക്ഷ കൊടുത്തതാണ്. പക്ഷെ മാനദണ്ഡം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. ഈ 10 വർഷമായിട്ട് അപേക്ഷ കൊടുത്തു, ഇതുവരെയായിട്ട് വീട്ടിലെന്നുള്ളതാണ്. ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? 2 മക്കളും ഭർത്താവ്, ഇപ്പം അമ്മാവിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഈ 10 വർഷത്തിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് കിട്ടിയിട്ടുണ്ടോ? മെയിൻ്റനൻസിന് ഒരിക്കൽ കിട്ടിയതാണ്. പക്ഷേ ഞങ്ങളിപ്പം പച്ചക്കെട്ടയും അടിസ്ഥാനം പോലും കരിങ്കല്ല് കെട്ടല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് മെയിൻ്റനൻസ് ചെയ്തിട്ട് പിന്നീട് അത് വീണ്ടും പൊളിച്ച് മാറ്റേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് മെയിൻ്റനൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര വർഷം കൊണ്ട് താമസിക്കുന്നത് നിങ്ങൾ ഈ വീട്ടിൽ? ഇതൊരു 10-40 വർഷം പഴക്കമുള്ള വീടാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂത്ത മോനാണ് കുടുംബ വീട് കൊടുത്തത്. ഈ വീട് ആരുടെ പേരിലാണ്? ഈ വീട് ഭർത്താവിൻ്റെ പേരിലാണ്. ഭർത്താവിൻ്റെ പേരിലാണ്. ഭർത്താവിന് എന്താ ജോലി? കൂലിപ്പണിയാണ്. ഇടയ്ക്ക് ഒരിക്കൽ ആക്സിഡൻറ്റ് പറ്റി
പണിക്കൊന്നും പോകാൻ പറ്റാതായി ഇപ്പോൾ ഒരു കടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ മക്കൾ എത്ര പേരാണ്? 2 പേരും, ഒരു മോനും ഒരു മോളും. ഒരാൾ +1, ഒരാൾ 9ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നിത്യമുള്ള ചിലവിന് എന്തൊക്കെയാണ്? നിങ്ങളുടെ വരുമാനം എന്തൊക്കെയാണ്? ഞാൻ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഭർത്താവിനും തുച്ഛമായ വരുമാനമേ ഉള്ളൂ. വാടകയും അമ്മയുടെ കാര്യങ്ങൾ, വീട്ടു ചെലവ്, മക്കളെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ ബുദ്ധിമുട്ടി തന്നെയാണ് പോണത്. ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ വീടിൻ്റെ? കളക്ട്രേറ്റിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ പോയിരുന്നാലും മാനദണ്ഡം ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയാണ്. മാനദണ്ഡമാണ് പറയുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം വാർഡ് മെമ്പർ ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പഞ്ചായത്തിൽ ഇപ്പം മാനദണ്ഡം ഉള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമെന്നുള്ളതാണ് അല്ലേ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വിധവ, വികലാംഗ, പിന്നെ അഗതികൾ, പിന്നെ ഹാർട്ട് കംപ്ലൈൻറ്റ്, കിഡ്നി, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ളവർക്കാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. പക്ഷേ വീടിൻ്റെ അവസ്ഥ വെച്ച് എനിക്ക് വീട് കിട്ടാൻ അർഹതയുള്ളതാണ്. പക്ഷേ പഞ്ചായത്ത് വീട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രോഗാവസ്ഥയിലായ അമ്മയും +2-നും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീട്ടിൽ കിടന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് വേറെ വരുമാന മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും വാടക വീട്ടിലോട്ട് പോയത്. മാസം 3000 രൂപ വാടക കൊടുക്കുന്ന വീട്ടിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. നിത്യച്ചെലവിന് പോലും വരുമാനമില്ലാത്ത ഇവർ വാടക കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. വീട് പോയി കിടക്കാൻ. പേരെന്താണ്? രാധ. ഇതാരെ വീടാണ്? മോൻ്റെ വീട്. മോൻ്റെ വീടാണ്. അമ്മ എവിടെയാണോ താമസിക്കുന്നത്? അമ്മ തന്നെ താമസിക്കുന്നത്. എത്ര വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? 30 വർഷം കൊണ്ട് താമസിക്കുന്നത്. 40 വർഷം അല്ലേ? 40 വർഷം താമസിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഈ വീട് ഇടിഞ്ഞു വീണത് എത്ര മാസമായി? വീട് ഇടിഞ്ഞ് 10 വർഷം വരും. 10 വരും. ഒരുപാട് മാസങ്ങളായി. ഓക്കെ. അപ്പോൾ ഈ വീടിൻ്റെ വേറെ മെയിൻ്റനൻസിനും അങ്ങനെയൊന്നും ആരും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലേ അല്ലേ? അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഞാൻ വാങ്ങിക്കുന്നത്. പെൻഷൻ കിട്ടുന്നുണ്ടോ? ഞാൻ വാങ്ങിക്കുന്നത്. ഓക്കെ. 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 ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? മോളും മോനും 2 കൊച്ചുമക്കളും. ഓക്കെ. ഇപ്പോൾ വാടക വീട്ടിലാണോ താമസിക്കുന്നത്? അപ്പോൾ എത്ര പെട്ടെന്ന് വീട് വേണം അല്ലേ? വീട് നേരായി കിട്ടണം. വീട് വേണം. ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പഞ്ചായത്തിലും കളക്ട്രേറ്റിലും ബ്ലോക്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഷീജ പറഞ്ഞു. ഇവിടെയെല്ലാം പോയപ്പോഴും മറുപടി മാനദണ്ഡമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ പറയുന്നത് പഞ്ചായത്തിൽ അപേക്ഷ കിട്ടിയതിൽ ഏറ്റവും അർഹതയുള്ളവർ ഇവരാണെന്നും പക്ഷേ മാനദണ്ഡം ഉള്ളതിനാലാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് കിട്ടാൻ താമസിക്കുന്നതെന്നും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നതായി വാർഡ് മെമ്പർ മഞ്ജുഷ പറഞ്ഞു. ഇതിപ്പോൾ 5 മാസമായി വീട് ഇടിഞ്ഞ് വീണിട്ട്. 2020 ലൈഫ് പദ്ധതി പ്രകാരം ഷീജ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3-4 ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലൂടെ 440ാമത്തെ പേര് ലൈഫിൽ കിടപ്പുണ്ട്. പക്ഷേ പച്ചക്കട്ടയാണ്, ഓട് മൊത്തം പൊളിഞ്ഞതാണ്. അതിന് പ്രകാരം ലിസ്റ്റിൽ ഒരുപാട് പുറകിലോട്ടായതുകൊണ്ട് ഞാൻ തന്നെ ഷീജയും കൂട്ടി കളക്ടർ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ അന്വേഷണത്തിന് വന്നപ്പോൾ നമുക്ക് മാനദണ്ഡമുണ്ട്. 10ഓളം മാനദണ്ഡ പ്രകാരമാണ് ലൈഫ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ മാനദണ്ഡ പ്രകാരം നമ്മുടെ വാർഡിൽ ഇപ്പോൾ 12ഓളം പേർക്ക് വീടുണ്ട്. അതിൽ 11ഓളം പേര് ഇപ്പോൾ പേസ്മെൻറ്റ് കെട്ടിക്കഴിഞ്ഞു. അതെല്ലാം മാനദണ്ഡ പ്രകാരം മാറാരോഗം, വിധവ, പിന്നെ വികലാംഗർ, അഗതികൾ, അങ്ങനെയുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഇവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ജീർണാവസ്ഥയിലുള്ള വീട് മാത്രമാണ്. അപ്പോൾ അന്വേഷണത്തിലൂടെ അങ്ങനെയാണ് അവർക്ക് പുറകിലോട്ട് വന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അദാലത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീകളും തൊഴിലുറപ്പ് ചേർന്നൊരു അപേക്ഷ നമ്മുടെ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷീജ കയറി ഇറങ്ങി. അതിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ഇപ്പോൾ നമുക്കത് വയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീടൊന്ന് മാറ്റി അവർക്ക് പുതുക്കി പണിത് കൊടുക്കണമെന്നാണ് എൻ്റെ പുതിയൊരു വീട് നൽകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മായി എന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന് വിഭാഗം തളർന്ന ആളാണ്. അവരും ഇവരോടൊപ്പമാണ്. പിന്നെ ഒരു പ്രായപൂർത്തിയായ മോളുണ്ട്. എല്ലാം കൊണ്ടും അവർക്ക് ഒരുപാട് അർഹതയുണ്ട്. പക്ഷെ മാനദണ്ഡം നോക്കുമ്പോൾ അവരിങ്ങനെ പുറകിലോട്ട് വന്നു. അപ്പോൾ ഈ 5 മാസമായിട്ടും ഈ ഒരു വീടിൻ്റെ അവസ്ഥ, ഈ മാനദണ്ഡം പറഞ്ഞ സമയത്ത് ഇവരെങ്ങനെ ഈ വീടിനകത്ത് കിടക്കുമെന്നുള്ള കുറിച്ച് ഇവരൊന്നും ചിന്തിക്കുന്നില്ലെന്ന് ചോദിക്കുന്നത്. വീട് ഇടുന്നതിന് ശേഷമാണ് ഇവിടുത്തെ കുടുംബശ്രീയും ഒക്കെ ചേർന്നിട്ടൊരു പരാതിയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷയായിട്ട് കൊടുത്തത്. പക്ഷെ അപ്പോഴും ഇത് തന്നെയാണ് മാനദണ്ഡ പ്രകാരം ഈ ഒരവസ്ഥ. അപ്പോൾ എന്നെ കൊണ്ടും പറ്റാവുന്ന സ്ഥലത്തിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വീട്. കളക്ടറേറ്റിൽ പോയ സമയത്ത് എന്താണ് പറഞ്ഞത് അവർ? കളക്ടർ ഓഫീസിൽ നിന്ന് പഞ്ചായത്തിലാണ് അന്വേഷണം വന്നത്. നേരെ പഞ്ചായത്തിലോട്ടാണ് ഒരു അപേക്ഷ ഇട്ടത്. അപ്പോൾ അന്വേഷണത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവരുടെ അവസ്ഥ സാഹചര്യമൊക്കെ പറഞ്ഞു. അപ്പോഴും
മാനദണ്ഡത്തിൽ ഇല്ല എന്നുള്ളൊരു മാനദണ്ഡം തന്നെയാണ് വിഷയം. ഇത് ഇപ്പോൾ ഈ സഡൻലി ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള സംവിധാനമൊന്നുമില്ലേ പഞ്ചായത്തിനകത്ത്? ഇപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള സംവിധാനം എന്താണെന്ന് പറഞ്ഞാൽ അല്ല, ഈ ടെമ്പററി സംവിധാനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ജീവനാണ് അല്ല, സംഭവിച്ചാൽ നമുക്കൊരു മെയിൻ്റെനൻസിലൂടെ വേണമെങ്കിൽ ചിലപ്പോൾ ഷീറ്റ് ഇടാനോ അതല്ല ഇവർക്ക് വേണ്ടത്. കാരണം വീടും കാണുമ്പോൾ തന്നെ നമുക്കറിയാം വീട് ഫുള്ളായിട്ട് ഇടിഞ്ഞു. അപ്പം ഒരു വീടാണ്, അപ്പോൾ പെട്ടെന്നൊരു വീട് കൊടുക്കുക എന്നുള്ളത് അറിയാതെ പഞ്ചായത്തിൻ്റെ അല്ല, മെയിൻ്റെനൻസ് ആണെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് വയ്ക്കാൻ കഴിയും. പക്ഷേ വീടെന്നുള്ളത് ലൈഫിലൂടെ മാത്രമേ. എനിക്കാണ് ഇവിടെ ഉള്ളത് ഒരു അമ്മ അല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അമ്മയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു അവരുടെ തന്നെ മോള്, അതിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സൈഡ് തളർന്നതാണ്. മോളുണ്ട്, ഒരു പ്രായപൂർത്തിയായ മോളുണ്ട്. അപ്പോൾ ധൈര്യമുള്ള ചെലവുകൾക്ക് തന്നെ അവർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനൊരു ആക്സിഡൻറ്റ് പറ്റി കാലിൽ കമ്പിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളിക്ക് വേറൊരു ജോലിക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ചെറിയൊരു വരുമാനത്തിലാണ് കാട്ടാക്കട ഒരു കടയിൽ നിന്ന്. അപ്പോൾ ഇവരിപ്പം 3000 രൂപയാണ് വാടക കൊടുക്കുന്നത്. അതുപോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ. വേറെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്? ഇപ്പോൾ ഒരു വാടകയ്ക്കാണ് താമസം. ഇതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു വാടക വീട്ടിലാണ് താമസം. ഇവർക്ക് വീട് കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ശ്രമം നടത്തുമെന്നും മെമ്പർ പറഞ്ഞു.